കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ 6 ഗ്രേ തിമിംഗലങ്ങൾ ദുരൂഹമായി ചത്തതിൽ ആശങ്കയേറുകയാണ്. മെയ് 21-നും 26-നും ഇടയിലാണ് ചത്ത തിമിംഗലങ്ങൾ തീരത്തടിഞ്ഞത്. ഇതോടെ ഇക്കൊല്ലം മാത്രം ചത്ത തിമിംഗലങ്ങളുടെ എണ്ണം 14 ആയെന്ന് കാലിഫോർണിയ അക്കാഡമി ഓഫ് സയൻസസ് അറിയിച്ചു. ഇവയിൽ ചിലതിന്റെ മാത്രം പോസ്റ്റ്മോർട്ടമാണ് നടത്താൻ സാധിച്ചതെന്നും മറ്റുള്ളവ പൂർണ്ണമായി അഴുകിപ്പോയ നിലയിലായിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. അതിനാൽ തന്നെ മരണത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ പ്രയാസമാണെന്നും ഇവർ വ്യക്തമാക്കി. കപ്പലുകൾ ഇടിച്ചതാണ് 3 തിമിംഗലങ്ങളുടെ മരണത്തിനിടയാക്കിയതെന്നും കാലിഫോർണിയ അക്കാഡമി ഓഫ് സയൻസസ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ തിമിംഗലങ്ങളുടെ എണ്ണവും സാധാരണയിൽ അധികമായി വർദ്ധിക്കുന്നതായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. 33 തിമിംഗലങ്ങളെയാണ് ഫോട്ടോഗ്രാഫുകളിലൂടെ നേരിട്ടും കണ്ടത്. പ്രതിവർഷമുള്ള ആർട്ടിക് കുടിയേറ്റത്തിന് മുൻപ് കുറച്ച് ആഴ്ചകൾക്ക് കൂടി ഗ്രേ തിമിംഗലങ്ങൾ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത്. തിമിംഗലങ്ങൾ കൂട്ടത്തോടെ ഉൾക്കടലിൽ പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണെന്നും എണ്ണം കൂടിയതാണോ മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബ്ദ സിഗ്നലുകൾ, സ്വരങ്ങൾ, മറ്റ് ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ സഹായത്തോടെയാണ് തിമിംഗലങ്ങൾ ആശയവിനിമയം നടത്തുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നത്. ഇവയെ സമൂഹ ജീവികളായാണ് കണക്കാക്കുന്നത്. സാമൂഹിക ഇടപെടലിനും ദീർഘദൂര ആശയവിനിമയത്തിനും ഇവ വിവിധതരം സ്വരങ്ങൾ ഉപയോഗിക്കുന്നു. ജലോപരിതലത്തിൽ വാലും ചിറകും അടിക്കുന്നത് പോലുള്ള ആശയവിനിമയം അവ ഉപയോഗിക്കുന്നുണ്ട്.